എവ്രി വൺ ഓസ്കിയിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള എറേഴ്സ് ആണ്. ഞങ്ങളുടെ ഫേസ് ടു ഫേസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ മോക്ക് എക്സാമിൽ കുട്ടികൾ ചെയ്തിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് മിസ്റ്റേക്ക് വരുത്താൻ പോകുന്ന കുറച്ച് എറേഴ്സിനെ പറ്റിയാണ് കേട്ടോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് എടുത്ത സ്റ്റേഷൻ IM ഇഞ്ചക്ഷനും സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനുമാണ്. റേസ് ചെയ്താ എടുത്തേ? catheter removal peak flow meter. ഓക്കെ, കത്തീറ്റർ റിമൂവലും പീക്ക് ഫ്ലോയും. catheter removal, catheter sample collection, peak flow. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ ഈ 5 സ്റ്റേഷൻസിനകത്ത് കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള എറർ നീ തുടങ്ങുന്നോ? ഓക്കെ, കുറെയൊക്കെ ഭയങ്കര ഫണ്ണിയാണ് കേട്ടോ. അവരിത് ചെയ്യത്തില്ല എന്നും പറഞ്ഞ് അത് ചെയ്യും. ഓക്കെ, മെയിൻലി കത്തീറ്റർ സാമ്പിൾ കളക്ഷനിൽ കത്തീറ്റർ ക്ലാമ്പ് ചെയ്യാനുണ്ട് കത്തീറ്റർ. സോ ഫോർഗെറ്റിംഗ് ടു റിമൂവ് ദി ഓർ ഫോർഗെറ്റിംഗ് ടു അൺക്ലാമ്പ് ദി കത്തീറ്റർ. ക്ലാമ്പ് ചെയ്യും, പക്ഷെ അൺക്ലാമ്പ് ചെയ്യാൻ മറന്നു പോകും. കാരണം ഒന്നും അവരെ അങ്ങ് റിമൈൻഡ് ചെയ്യിക്കുന്നില്ല അത്. സോ ബേസിക്കലി അവരത് വിട്ടുപോകാൻ ഭയങ്കര ചാൻസ് ഉണ്ട് കത്തീറ്റർ അൺക്ലാമ്പ് ചെയ്യാൻ. പിന്നെ വരുന്നത് നമ്മുടെ പീക്ക് ഫ്ലോ മീറ്ററിന്റെ സ്റ്റേഷനിൽ ടൈം ഓൺലി 8 മിനിറ്റ് സ്റ്റേഷനാണ്. അപ്പോൾ ഇവര് 3 times വി ഹാവ് ടു റിപ്പീറ്റ് ദ പ്രൊസീജിയർ അല്ലേ. 3 റീഡിങ്സ് നമുക്ക് എടുക്കാനുണ്ട്. 3 റീഡിങ്സ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും ഓരോ പ്രാവശ്യവും അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ സെക്കൻഡ് റീഡിങ് എത്തിക്കഴിയുമ്പോഴത്തേനും ടൈം തീരുക. ഇത് രണ്ടാണ് മെയിൻ അതിൽ വരുന്നത്. ക്ലാമ്പ് ചെയ്യാൻ മറന്നുപോയ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഓഫ്കോഴ്സ് ക്ലാമ്പ് ചെയ്യാൻ മറന്നുപോയി. പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു, ക്ലാമ്പ് ചെയ്യാൻ മറന്നുപോയി. ആക്ച്വലി 2 more minutes ഉണ്ടായിരുന്നു ബാക്കി. അപ്പം ഞാൻ ചോദിച്ചു ലൈക്ക് ഇഫ് യു ഹാവ് 2 more minutes ഈസ് ദെയർ എനിത്തിങ് എൽസ് ടു ഡു? നത്തിങ്, ഐ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് മൈ പ്രൊസീജിയർ. സോ ഇപ്പം നമുക്ക് പറയാനുള്ളത് ആ ഒരു 2 minutes ഇവിടെ ലെഫ്റ്റ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് പേഷ്യൻറ്റിനെ ഒന്ന് നോക്കുക. ശരിക്കും നമ്മൾ അസസ് ചെയ്ത അല്ലെങ്കിൽ പ്രൊസീജിയർ ചെയ്ത ആ ഒരു ഏരിയ ഒന്നുകൂടെ ഒന്ന് നോക്കുക. അത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും നിങ്ങൾ എന്തൊക്കെയോ ബാക്കി ചെയ്യാനുണ്ട്. പേഷ്യൻറ്റ് വാസ് സ്റ്റിൽ എക്സ്പോസ്ഡ് and they are telling like I finished my procedure, I'm leaving the room after hand hygiene. Think of a patient with catheter being exposed. Okay, അപ്പോൾ അതൊക്കെ ഫണ്ണി ആണ്. അറ്റ് ദ സെയിം ടൈം അതൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ടിപ്സ് ടു പാസ് ഓസ്കിയ. ഇതാണ് അത് രണ്ടും ഉള്ളത്. ഓക്കെ, എനിക്ക് വന്നത് പോലെ ഉണ്ടാവുമല്ലോ IM ഇഞ്ചക്ഷൻ. IM ഇഞ്ചക്ഷനകത്ത് കാരണം നാട്ടിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടാണല്ലോ വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 2 നീഡിൽ യൂസ് ചെയ്യണം. ഞാൻ നീഡിൽ എടുത്തിട്ടില്ല, ഞാനൊരു സിറിഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നീഡിൽ യൂസ് ചെയ്യണം. ആദ്യം ഒന്ന് ഡ്രോ ചെയ്യാനും അതുപോലെ തന്നെ ഇഞ്ചക്ഷനും 2 നീഡിലും എടുക്കണം. നമ്മളിവിടെ ഫ്ലാപ്പ് നീഡിലും വെച്ചിട്ടുണ്ട്, സേഫ്റ്റി നീഡിലും വെച്ചിട്ടുണ്ട്. ഇഞ്ചക്ഷന് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നീഡിലുണ്ട്. എന്നിട്ടും മാറിപ്പോവും. ഡ്രോ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നീഡിൽ എടുത്തിട്ട് നേരെ കൊണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കാൻ യൂസ് ചെയ്യും. അതേതാ 18 കോച്ച് അതിലൊക്കെ പ്രസ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നീഡിൽ മാറിപ്പോവും. ഈവൻ നമുക്കറിയാം ഇത് ഇഞ്ചക്ഷൻ ഉള്ളതാണ്, ഇത് ഡ്രോ ചെയ്യാനുള്ളതാണ്. എന്നിരുന്നാലും ആ സമയത്ത് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ IMനകത്ത് കണ്ടുവരുന്നത് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ 1 ml ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എടുക്കും. ഒരു പൊടിക്ക് നമ്മൾ എപ്പോഴും എക്സ്ട്രാ എടുക്കാൻ പറയും. എക്സ്ട്രാ എടുക്കാൻ പറയുമ്പം അതൊരു 1.1 ഒക്കെയാണ് എടുക്കുന്നത്. അത് ഡ്രോ ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നീഡിലിനെ ഡിസ്കാർഡ് ചെയ്യണമല്ലോ. ആ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നീഡിൽ കൊണ്ട് ഷാബിനിൽ വെക്കും. ഡിസ്കാർഡ് ചെയ്യുന്ന വഴിക്ക് ഇതിനെ അങ്ങ് പുഷ് ചെയ്യും. മെഡിസിൻ മൊത്തം ഷാബിനിൽ പോകും. എല്ലാം എടുത്തിട്ട് എന്നോട് ചോദിക്കും അസിസ്റ്റർ ക്യാൻ യു കൺഫേം ദ ഡോസ് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ സിറിഞ്ചിലൊന്നുമില്ല, ആക്ച്വലി നില്ലാണ്. അവരും റിയലൈസ് ചെയ്യുന്നില്ല ഈ മെഡിസിൻ മൊത്തം ഷാബിലേക്ക് പോയിട്ടുണ്ടെന്ന്. സ്പില്ലേജും അതിൻ്റെ കൂടുതൽ റീസൺ ആണ് കേട്ടോ. അതായത് ഇവിടുന്ന് എടുക്കുന്ന ഒരു 1.1 ml എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നേരെ എടുത്ത് താഴെ കൊണ്ടുപോയി ഒരു 1.5 കുറച്ച് എക്സ്ട്രാ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് ഇതിനെല്ലാം മുകളിലേക്ക് കൊണ്ട് അവിടെ മൊത്തം ആക്കിയിട്ട് ഒരു ലെവലിലാക്കിയിട്ടാണ് അവരെ കറക്റ്റ് ഡോസ് ആക്കുന്നത്. ഇത് ഒന്നാമത്തെ മിസ്റ്റേക്ക് മെഡിസിൻ ഡോസ് എടുക്കുന്നതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ 1 ml ഓവർ 10 seconds എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പം സൈറ്റിലാണെങ്കിൽ നമ്മളിങ്ങനെ പിടിക്കും. ഇത് നമ്മളിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ ഇവരെ കാണാതെ പഠിച്ചിട്ടാണ് വെക്കുന്നത്. കറക്റ്റ് ഡോസൊക്കെ എടുത്ത് സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ കൗണ്ട് അപ് ടു 10. പക്ഷേ ഇത് മെഡിസിൻ പോവില്ല, കൗണ്ട് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. 1 2 3 4 കൈ അനങ്ങുന്നില്ല. 5 6 7 8 9 10 ഇങ്ങനെ
അത് കഴിയുമ്പോൾ ഒരു ഒറ്റ പുഷാണ്. ശരിക്കും അത് പോവേണ്ടത് ഈ 1 ml ആ ഒരു 10 സെക്കൻഡിൽ അത് പോണം. ചില ആൾക്കാരുണ്ട് അതറിയാം, അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവും, അവർ പുഷ് ചെയ്തൊക്കെ പോവും. 1 2 3 4 5 6 7 8 9. പക്ഷെ മെഡിസിൻ അപ്പോഴും ഒരു 3ലോ 4ലോ ആയിരിക്കും. സോ 9 10. അതായത് അത് കേൾക്കുമ്പോഴേ അസസർക്ക് ഒരു ഫീലാണ് അത് ആ ഒരു കറക്റ്റ് ആയിട്ടല്ല 10 കൗണ്ട് ചെയ്തപ്പോഴാണ് 1 ml ഫുള്ള് പോകുന്നത്. സോ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് കണ്ടിട്ടുണ്ട്. മിസ്റ്റേക്ക് എന്നല്ല, ഇതൊക്കെ നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ കണ്ടിട്ടുള്ള കാര്യം ഈ പറഞ്ഞ പോലെ 10 സെക്കൻഡ്സ് അവിടെ വെക്കത്തില്ല, നേരെ എടുക്കും. അതുപോലെ ഇപ്പൊ 2 ml ആണ് പ്രിസ്ക്രൈബ്ഡ് ഡോസ് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇഞ്ചെക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് 20 സെക്കൻഡ് ആണ്. അപ്പൊ നമ്മളൊരു കാര്യം ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുവാണ്, എന്ത് 10 സെക്കൻഡ്സേ പോകാവുള്ളൂ. അതിപ്പോൾ 1 ml ആണെങ്കിലും 2 ml ആണെങ്കിലും എല്ലാം പഠിച്ചു വെച്ചേക്കുന്നത് 10 സെക്കൻഡിൽ പോകണമെന്നാണ്. അതങ്ങനെ ചെയ്ത് വെക്കും. ഏറ്റവും മിസ്റ്റേക്ക് കണ്ടത് ഇവര് ഇതെല്ലാം കഴിഞ്ഞിട്ട് റീക്യാപ്പ് ചെയ്ത് വെക്കും, എന്നിട്ട് വെർബലൈസ് ചെയ്യും. ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ വുഡൻ ബി റീക്യാപ്പിംഗ് ഇറ്റ്. അത് പറഞ്ഞുകൊണ്ടാണ് റീക്യാപ്പ് ചെയ്യുന്നത്. അത് എടുത്ത് സ്പോട്ട് ഫെയിലിയർ. എക്സാക്ട്ലി. അത് രസമായിട്ടാണ് കേട്ടോ, അത് പറയുന്നതൊക്കെ വളരെ ആക്യുറേറ്റ് ആണ്. അസസർ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ വുഡൻ ബി റീക്യാപ്പിംഗ് ദ നീഡിൽ എന്ന് പറഞ്ഞിട്ട് റീക്യാപ്പ് ചെയ്തിട്ട് എവറിത്തിങ് വിൽ ഗോ ടു ദ ഷാപ്പിനോടൊക്കെ സ്ട്രെയിറ്റ് ഷാപ്പിനൊക്കെയാണ്. പക്ഷെ അത് ഒന്നും അറിയാതെ ചെയ്ത് വെച്ച് ഇട്ട് കഴിഞ്ഞ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഓർക്കുന്നുണ്ടോ ഇത് ചെയ്തത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? റീക്യാപ്പ് ഇല്ല മാം, ഞാൻ റീക്യാപ്പ് ചെയ്തിട്ടില്ല. ഒന്നുകൂടെ ഞാൻ ആലോചിച്ചു, റീക്യാപ്പ് ഇല്ല മാം, ഞാൻ റീക്യാപ്പ് ചെയ്തില്ല, ഞാൻ പറഞ്ഞല്ലോ റീക്യാപ്പ് ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മൾ അകത്തുനിന്ന് ഒന്നുകൂടെ നോക്കിയത് റീക്യാപ്പ് ചെയ്തിട്ടാണ് ഇട്ടത്. സോ മോസ്റ്റ് ഓഫ് ദ തിങ് നമ്മൾ ഇത്രയും കാലമായിട്ട് പഠിച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു 15-20 ഇയേഴ്സിന്റെ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ കോൺഷ്യസ് അല്ല, വെർബലൈസ് ചെയ്യുന്നത് വേറൊന്നുമാണ്. ഇനി അതുപോലെ തന്നെ സബ്ക്യൂട്ടേനിയസ് കേട്ടോ, സബ്ക്യൂട്ടേനിയസ് ആക്ച്വലി വിത്ത് നീഡിലായതുകൊണ്ട് ഞാൻ തുറക്കുന്നില്ല. അതിൽ യൂണിറ്റ്സ് എത്രയാണ്? ഇപ്പം 14 യൂണിറ്റ്സ് പറയുമ്പോൾ ഇവര് ഇപ്പൊ ഒരു യൂണിറ്റ് ഒരു ലൈനിൽ 2 യൂണിറ്റ് ആണ് കവർ ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പം ഇവര് 14 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇവർ നേരെ എടുത്ത് 4ാമത്തെ ലൈനിൽ കൊണ്ടുവെക്കും. അപ്പോൾ ആക്ച്വലി സംഗതി അവിടെ പോയി 18 യൂണിറ്റ്സ് ആയി മാറി. അതായത് 2 യൂണിറ്റ് വെച്ച് ഓരോ ചെറിയ ലൈനും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന നീഡിലിന്റെ സിറിഞ്ചിന്റെ ടോട്ടൽ ഇതിന് എത്ര ml ആണെന്ന് ഇതിപ്പം 100 യൂണിറ്റ്സ് ആണ്. 10-ന്റെ 20-ന്റെ ഇടയ്ക്ക് 5 വരെയാണ് ഉള്ളത്. അപ്പോൾ ഒരു വരെ ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് 2 ആയിരിക്കും അല്ലേ. ചിലത് 10 ലൈൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കേസിൽ 4 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 4 ലൈൻസ് ആണ്. പക്ഷെ ഇവരത് നോക്കുന്നില്ല. ഇവർ 14 പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോൾ നേരെ 14 എന്ന് പറയുമ്പോൾ 4ാമത്തെ വരയിലോട്ട് കൊണ്ട് 10 കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ വരയിലേക്കാണ് പോകുന്നത്. ആരും എയർ ബബിൾസ് ചെക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഈവൻ ലൈക്ക് പ്രൈം ചെയ്യാനോ എയർ ബബിൾസ് ചെക്ക് ചെയ്യുന്ന ആ സമയത്ത് അതിനുള്ള സമയമൊന്നുമില്ല. ചെയ്യുന്നുണ്ട് കുറേ പേരും, ചെയ്യുന്നതൊന്നും വെർബലൈസ് ചെയ്യുന്നില്ല. അതും എനിക്ക് വൺ ഓഫ് ദി കോമൺ എറർ ആയിട്ട് തോന്നിയിട്ടുണ്ട്.